everyone, നമ്മളിന്ന് ഫസ്റ്റ് MSc മാത്തമാറ്റിക്സിൻ്റെ റിയൽ അനാലിസിസ് എന്നുള്ള പേപ്പറിലെ ഒരു തിയറാണ് പഠിക്കാൻ പോകുന്നത്. തിയറം 2.28 സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ലെറ്റ് ഇ ബി എ നോൺ എംപ്റ്റി സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. ദാറ്റ് ഈസ് ഇ ഈസ് എ നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് ആർ which is bounded above, that is E has upper bounds, and let y is equal to supremum E, that is y is the least upper bound of E. ക്ക് ഒരുപാട് അപ്പർ ബൗണ്ട്സ് ഉണ്ടാവും, അതിൽ ഏറ്റവും ചെറുതിനെ നമ്മൾ y എന്ന് പേര് കൊടുത്തു. then y belongs to E closure. അങ്ങനെയാണെങ്കിൽ y എന്നത് E ക്ലോഷറിനകത്തുണ്ടായിരിക്കും. hence y belongs to E if E is closed. E ക്ലോസ്ഡ് സെറ്റ് ആണെങ്കിൽ y belongs to E ആയിരിക്കും. നമുക്കറിയാം E ക്ലോസ്ഡ് ആണെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്, if E is closed then E is equal to E closure നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ y belongs to E closure ആണെങ്കിൽ E ക്ലോസ്ഡ് ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? y belongs to E എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് സപ്പോസ് ചെയ്യാം, നമുക്ക് തന്നിട്ടുള്ള കാര്യം എന്താണ്? E is a subset of R. E എന്നത് R-ൻ്റെ ഒരു സബ്സെറ്റ് ആണ്, and which is bounded above. Therefore E has upper bounds. Let y is equal to supremum of E. That is y is the least upper bound of E. Okay, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, we have to prove that y belongs to E closure. അപ്പോൾ നമുക്ക് രണ്ട് കേസാക്കി എടുക്കാം. ഒന്നാമത്തെ കേസ് എടുത്തു. ഒന്നാമത്തെ കേസ് ലെറ്റ് y belongs to E. y എന്നത് ഇക്ക് അകത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും, which implies y belongs to E യൂണിയൻ E dash, അല്ലേ? y ഇക്ക് അകത്തുണ്ടെങ്കിൽ E യൂണിയൻ E ഡാഷിനകത്തുണ്ടായിരിക്കും. which implies y belongs to E യൂണിയൻ E dash എന്ന് പറഞ്ഞാൽ ആരാ? E closure. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? y belongs to E ആണെന്ന് സപ്പോസ് ചെയ്തു. y belongs to E ആണെങ്കിൽ y belongs to E യൂണിയൻ E dash, ദാറ്റ് ഈസ് y belongs to E closure. ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ രണ്ടാമത് സപ്പോസ് ചെയ്യാണ്. രണ്ടാമത്തെ ക്വസ്റ്റനായിട്ട് ലെറ്റ് y does not belongs to E. y എവിടെ ഇല്ല? ഇക്ക് അകത്തില്ല. ഓക്കെ, ദാറ്റ് ഈസ് the least upper bound does not belongs to E. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനർത്ഥം എന്താണ്? ദാറ്റ് ഈസ് y is the least upper bound, but y does not belongs to E. y എന്നത് ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ്, പക്ഷെ അതെവിടെ ഇല്ല? ഇക്കകത്തില്ല. ഓക്കെ, y എന്നത് ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ്, അത് ഇക്കകത്തില്ല. അത് പറഞ്ഞ അർത്ഥം എന്താണ്? ലെറ്റ് h ഗ്രേറ്റർ ദാൻ 0. h എന്നത് പോസിറ്റീവ് നമ്പർ ആണ്. അപ്പോൾ y മൈനസ് h എന്നുള്ളത് ഇപ്പോൾ നമ്മൾ റിയൽ ലൈനാണ് പരിഗണിക്കുന്നത് എഴുതാം, കൺസിഡറിങ് ദ റിയൽ ലൈൻ. അപ്പോൾ ഇതാണ് y. അപ്പോൾ y മൈനസ് h എന്ന് പറഞ്ഞാൽ ഇതിന് താഴെയുള്ള ഒരു നമ്പർ ആയിരിക്കുമല്ലോ. അപ്പോൾ y ആണ് ഏറ്റവും, നമുക്ക് കുറേ അപ്പർ ബൗണ്ടുകളുണ്ട്, അതിലേറ്റവും ചെറിയ അപ്പർ ബൗണ്ട് ആരാണ്? y ആണ്. അപ്പോൾ yക്ക് താഴെയുള്ള ആരും എന്താവില്ല? അപ്പർ ബൗണ്ട് ആവില്ല. ഫോർ h ഗ്രേറ്റർ ദാൻ 0 y മൈനസ് h ഈസ് നോട്ട് ആൻ അപ്പർ ബൗണ്ട്. ഓക്കെ, കാരണം എന്താ? സിൻസ് y ഈസ് ദ ലീസ്റ്റ് അപ്പർ ബൗണ്ട്, y എന്നത് ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ്. അപ്പോൾ y മൈനസ് h എന്താവില്ല? അപ്പർ ബൗണ്ട് ആവില്ല. വൈയുടെ മുകളിലുള്ള എല്ലാ നമ്പേഴ്സും ആയിരിക്കും അപ്പർ ബൗണ്ട്സ് ആയിരിക്കും. ബട്ട് y മൈനസ് h എന്നത് ഒരിക്കലും എന്താവില്ല? അപ്പർ ബൗണ്ട് ആവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയതാണ് y ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആയതുകൊണ്ട് ഫോർ എവരി h ഗ്രേറ്റർ ദാൻ 0 y മൈനസ് h ഈസ് നോട്ട് ആൻ അപ്പർ ബൗണ്ട്. അത് ഒരിക്കലും അപ്പർ ബൗണ്ട് ആവില്ല. അപ്പോൾ y മൈനസ് h അപ്പർ ബൗണ്ട് അല്ല എന്ന് പറഞ്ഞ അർത്ഥം ആ സെറ്റിനകത്തെ ഏതോ ഒരു മെമ്പറെങ്കിലും y മൈനസ് എച്ചിനേക്കാൾ വലുതായിരിക്കും, അല്ലേ? കാരണം y മൈനസ് എച്ചിനേക്കാൾ ആ ഇക്കകത്തെ എല്ലാ എലമെൻറ്റും ഇതാണ് E, നമ്മൾ എടുക്കുന്ന സെറ്റ് E ഇതാണ്. അപ്പോൾ y മൈനസ്
വൈ മൈനസ് എച്ച് എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഇയുടെ ഒരു എലമെൻറ്റും ഇല്ലെങ്കിൽ, ഓക്കെ, അതായത് ഇക്കകത്ത് എല്ലാ എലമെൻറ്റ്സും വൈ മൈനസ് എച്ചിനേക്കാൾ താഴെയാണെങ്കിൽ വൈ മൈനസ് എച്ച് എന്താവും, ഒരു അപ്പർ ബൗണ്ട് ആവും. പക്ഷെ നമുക്ക് തന്നിട്ടുണ്ട് വൈ മൈനസ് എച്ച് എന്തല്ല, അപ്പർ ബൗണ്ട് അല്ല. അത് പറഞ്ഞാൽ അതിനർത്ഥം ഇക്കകത്ത് അറ്റ്ലീസ്റ്റ് ഒരു എലമെൻ്റ് എങ്കിലും വൈ മൈനസ് എച്ചിനെക്കാട്ടിലും വലുതായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് വി ക്യാൻ സേ ദാറ്റ് ഫോർ എവരി എച്ച് ഗ്രേറ്റർ ദാൻ 0 there exists a point x belongs to ഇക്കകത്ത് അറ്റ്ലീസ്റ്റ് ഒരു എക്സ് ഉണ്ടായിരിക്കും സച്ച് ദാറ്റ് y മൈനസ് എച്ച് ഈസ് ലെസ് ദാൻ എക്സ് ലെസ് ദാൻ വൈ. ഓക്കെ, കാരണം y മൈനസ് എച്ച് അപ്പർ ബൗണ്ട് അല്ല. y മൈനസ് എച്ച് അപ്പർ ബൗണ്ട് അല്ല എന്ന് പറഞ്ഞാൽ y മൈനസ് എച്ചിനേക്കാൾ വലിയ എലമെൻറ്റ്സ് എവിടെ ഉണ്ട്, ഇക്കകത്തുണ്ട് അല്ലേ. അതായത് അറ്റ്ലീസ്റ്റ് ഒരു എലമെൻ്റ് എങ്കിലും വൈ മൈനസ് എച്ചിനേക്കാട്ടിലും കൂടുതലുണ്ടായിരിക്കും. ഇനി അല്ല, വൈ മൈനസ് എച്ചിനേക്കാൾ എല്ലാ എക്സുകളും വൈ മൈനസ് എച്ചിനേക്കാൾ താഴെയാണെങ്കിൽ ഇങ്ങനൊരു എക്സ് ഇല്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താ, എല്ലാ എലമെൻറ്റും വൈ മൈനസ് എച്ചിനേക്കാൾ താഴെയാണ്. അതായത് വൈ മൈനസ് എച്ച് എന്തായിരിക്കും, ഒരു അപ്പർ ബൗണ്ട് ആവും. അപ്പോൾ നമുക്ക് വൈ മൈനസ് എച്ച് അപ്പർ ബൗണ്ട് ആവില്ല, കാരണം വൈ ആണ് ലീസ്റ്റ് അപ്പർ ബൗണ്ട്. അപ്പോൾ വൈ മൈനസ് എച്ച് ഒരിക്കലും അപ്പർ ബൗണ്ട് ആവില്ല. വൈ മൈനസ് എച്ച് അപ്പർ ബൗണ്ട് അല്ല എന്ന് പറഞ്ഞ അർത്ഥം ആ സെറ്റിനകത്ത് അറ്റ്ലീസ്റ്റ് ഒരു എലമെൻറ്റ് എക്സ് വൈ മൈനസ് എച്ചിനും വൈക്കും ഇടയിലുണ്ടായിരിക്കും. ഓക്കെ, അതായത് ഇവിടെ അർത്ഥം എന്താ, ഏത് പോസിറ്റീവ് എച്ച് എടുത്താലും വൈ മൈനസ് എച്ചിനും വൈക്കും ഇടയിൽ ഒരു എക്സ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ അർത്ഥം വൈയുടെ എച്ച് റേഡിയസ് ഉള്ള ഏത് നൈബർഹുഡിനകത്തും അറ്റ്ലീസ്റ്റ് ഒരു എലമെൻ്റ് ഉണ്ടായിരിക്കും അല്ലേ. ഇത് ഫോർ എവരി ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഫോർ എവരി എച്ച് ഗ്രേറ്റർ ദാൻ 0 ഫോർ എവരി neighborhood of y with radius h, for every neighborhood of y with radius h there exists x belongs to E such that x belongs to n of y with radius h. അതായത് വൈയുടെ ഏത് നൈബർഹുഡിനകത്തും ഇക്കകത്തെ അറ്റ്ലീസ്റ്റ് ഒരു എലമെൻ്റ് ഉണ്ടായിരിക്കും, വിച്ച് ഇംപ്ലൈസ് y ഈസ് എ ലിമിറ്റ് പോയിന്റ്. y എന്നത് ഒരു ലിമിറ്റ് പോയിന്റ് ഓഫ് ഇ ആയിരിക്കും. കാരണം y എന്ന ലിമിറ്റ് പോയിന്റ് ആവണമെങ്കിൽ വൈയുടെ ഏത് നൈബർഹുഡിനകത്തും അറ്റ്ലീസ്റ്റ് ഒരു എലമെൻ്റ് എക്സ് ഇക്കകത്തുണ്ടായിരിക്കണം. അപ്പം നമുക്ക് കിട്ടി വൈയുടെ ഏത് എച്ച് എടുത്താലും വൈ മൈനസ് എച്ചിനും ഏത് എച്ച് ഗ്രേറ്റർ ദാൻ 0 എടുത്താലും വൈ മൈനസ് എച്ചിനും വൈക്കും ഇടയിൽ ഒരു എക്സ് ഉണ്ടായിരിക്കും. അതായത് വൈ റേഡിയസ് ആയി അവിടുന്ന് എച്ച് ഡിസ്റ്റൻസിനകത്ത് ഒരു എക്സ് ഉണ്ട്. ഓക്കെ, അതായത് വൈയുടെ ഒരു നൈബർഹുഡിനകത്ത് ആരുണ്ടാവും, എക്സ് എന്ന എലമെൻ്റ് ഉണ്ടായിരിക്കും. ദർഫോർ എവറി നൈബർഹുഡ് ഓഫ് വൈ കണ്ടെയ്ൻസ് an element x of E. That means y is a limit point of E. y എന്നത് limit point of E ആണ്. That is y belongs to E dash അല്ലേ. ലിമിറ്റ് പോയിന്റ്സിന് സെറ്റ് നമ്മൾ എന്താ പറയുക, E dash എന്ന് പറയാം. അപ്പോൾ y എന്നത് E ഡാഷിനകത്തുണ്ട്, which implies y belongs to E union E dash. E ഡാഷിനകത്ത് വെച്ചാൽ E union E ഡാഷിനകത്തുണ്ടായിരിക്കും. Therefore y belongs to E closure. Hence the proof. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ കേസിലാണ് നമ്മൾ കുറച്ച് പറയാനുള്ളത്. എന്തുമാത്രം എടുത്തുള്ളൂ, y എന്നത് ഇക്കകത്തില്ല എന്നെടുത്തു. അപ്പോൾ y എന്നത് ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ്, പക്ഷെ അതെവിടെ ഇല്ല, ഇക്കകത്തില്ല. അതായത് അതിനർത്ഥം ഏത് എച്ച് ഗ്രേറ്റർ ദാൻ 0 എടുത്താലും y മൈനസ് എച്ച് എന്നത് എന്താവില്ല, അപ്പർ ബൗണ്ട് ആവില്ല. കാരണം y ആണ് ലീസ്റ്റ് അപ്പർ ബൗണ്ട്. y ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആയതുകൊണ്ട് y മൈനസ് എച്ച് ഒരിക്കലും അപ്പർ ബൗണ്ട് ആവില്ല. y മൈനസ് എച്ച് അപ്പർ ബൗണ്ട് അല്ല എന്ന് പറഞ്ഞ അർത്ഥം y മൈനസ് എച്ചിനേക്കാൾ വലിയ ഒരു എലമെന്റ് ഇക്കകത്തുണ്ടായിരിക്കും. That is, for every h greater than 0 there exists a point x belongs to E such that y minus h less than x less than y. That is, every neighborhood of y contains a point x. y യുടെ ഏത് നൈബർഹുഡ് എടുത്താലും അതിനകത്ത് x എന്ന ഒരു എലമെന്റ് ഉണ്ടായിരിക്കും. That is, y is a limit point of E. y എന്നത് ഇയുടെ ലിമിറ്റ് പോയിന്റ് ആണ്. ഇയുടെ ലിമിറ്റ് പോയിന്റ് സെറ്റ് നമ്മൾ ഇ ഡാഷ് എന്ന് പറയാം. ദാറ്റ് ഇസ് y belongs to E dash. That is y belongs to E union E dash. That is y belongs to E closure. Thank you.